ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ ഞാനൊരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ വൺ വേ ക്ലച്ച് കംപ്ലൈൻ്റ് ആയി. സൗണ്ട് കേൾക്കണ്ടായിരുന്നു. സെൽഫ് മോട്ടർ സ്റ്റാർട്ടർ മോട്ടർ തിരിക്കുമ്പോൾ സൗണ്ട് കേൾക്കും. അപ്പോൾ ഞാനത് എന്തൊരു സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് അഴിച്ച് നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വന്നാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്രിങ്ങൊക്കെ ഒടിഞ്ഞു പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പൽച്ചക്രങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് കയറി പിടിക്കാനും ഇതൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ പരമാവധി പിന്നെ മോട്ടർ വർക്ക് ചെയ്യിക്കാണ്ട് പിന്നെ കിക്കറുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ കിക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കിക്കറില്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് എത്രയും പെട്ടെന്ന് അഴിക്കേണ്ടി വരും. ഇതിപ്പോൾ ഈ വണ്ടിക്ക് പിന്നെ കിക്കറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകും. ഞാൻ എന്നാലും വീട്ടിൽ വെറുതെ വണ്ടി വെച്ചപ്പോൾ ഒരു അഴിച്ച് നോക്കി എന്തൊരു സംഭവം പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അഴിച്ചിപ്പോൾ ഇത് അഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഇതൊന്നും പോയ മാതിരി ഒന്നും ഞാൻ കണ്ടില്ല. അതായത് ഈ ക്ലച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ബോളൊന്നും തെറിച്ച് പോയിട്ട് ഇത് കാണാനില്ല. പക്ഷേ ഞാൻ ഓരോ തവണ നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഴിച്ചപ്പോൾ അതൊന്നും കണ്ടില്ല. പിന്നെ ഈ അഴിച്ചയിൽ വേറൊരു സംഭവം കണ്ടു വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോളുകൾ വരുന്ന ഭാഗത്തൊക്കെ മുഴുവൻ തുരുമ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. ഇത് അഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, എനിക്ക് മുന്നേ അഴിച്ചിട്ടുണ്ടായില്ല. അതാകെ തുരുമ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലൊരു സ്ട്രക്കായ മാതിരി ഇരിക്കുകയായിരുന്നു. ഇനി അതിൻ്റെയാണോ സൗണ്ട് വന്നതെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഇതിൻ്റെ മാറ്റാനുള്ള പരിപാടിയാണ്. അല്ലാണ്ട് ഇത് ബോൾ മാത്രമായിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഫുള്ള് മാറ്റി കളയും. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നെ അതല്ലെങ്കിൽ അഴിക്കാൻ നിൽക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടില്ലേ, ഈ ക്ലച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ബോൾ കുറച്ചാൾ ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ് മാതിരിയാവും. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബോൾ ഇട്ടാലും അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ച് പോകും. അതങ്ങനെ പെർഫെക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു തവണ അഴിക്കേണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ നമുക്കത് സെറ്റ് ഫുള്ള് മാറ്റിയിടാന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബോളും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് കിറ്റായിട്ട് വരണേ. ഈ ക്ലച്ച് വേറെ വരും, ബോൾ വേറെ വരും. അങ്ങനെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. 745 രൂപയുണ്ട് ഇതിൻ്റെ ഈ വൺ വേ ക്ലച്ചിൻ്റെ അസംബ്ലിക്ക് തന്നെ. ബോളിന് വേറൊരു 104 രൂപ അങ്ങോട്ട് വരും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മേടിച്ചപ്പോൾ മാറ്റണം. ഇതിങ്ങനെ മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പൾസർ വണ്ടികളിലൊക്കെ അവർ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അതിന് ഗ്രീസ് നിപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സിംഗാംബുഷിൻ്റെ അവിടെ. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ അഴിക്കുമ്പോൾ നമ്മളവിടെ ഗ്രീസ് അടിച്ച് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അല്ലാണ്ട് പിന്നെ നമ്മൾ അതെന്തായാലും ഇതിൻ്റെ സൈഡിൽ ഗിയർ ലിവറും പിന്നെ ആ കവറൊക്കെ അഴിച്ചാലാണ് ആ ഗ്രീസ് നിപ്പിൾ ഒരു സൈഡിൽ കിട്ടുള്ളൂ. ഇടത്തെ സൈഡിൽ, വലത്തെ സൈഡിൽ ഓൾറെഡി അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇടത്തെ സൈഡിൽ കിട്ടണമെങ്കിൽ ഇത് അഴിക്കണം. അപ്പോൾ ഇതിങ്ങനെ അഴിക്കുമ്പോൾ അതും കൂടി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പൾസറിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബോൾട്ട് അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ഓൾറെഡി നിപ്പിളുണ്ട്. 2 നിപ്പിളും ഗ്രീസ് അടിച്ച് കൊടുത്താൽ മതി. ആരും ഇത് ശ്രദ്ധിക്കാറില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യമൊന്നും. അതിങ്ങനെ ഗ്രീസ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സിംഗാംബുഷനൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അത് വർഷങ്ങളോളം ഓടിക്കോളും, ഒരു വിഷയം ഉണ്ടാവില്ല. നമ്മൾ ആ ബസ്റ്റിക്ക് നോക്കേ വേണ്ട. അല്ലെങ്കിലാണ് പിന്നെ ഇതൊക്കെ അഴിക്കേണ്ടി വരുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് ഈ ചെയിൻ അഴിക്കുമ്പോൾ ഈ ചെയിൻ്റെ അവിടുത്തെ കവർ, ആ സൈഡിലത്തെ കവർ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കംപ്ലീറ്റ് അഴുക്കൊക്കെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ എൻജിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ട് ശ്രദ്ധിക്കുന്നത്. വളരെ എന്തെങ്കിലും ഡീസലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പതുക്കെ തുടച്ചെടുക്കണം. അത് ആദ്യം റഫായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ തുണിയിട്ട് തുടയ്ക്കണം. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രാങ്കിൻ്റെ ഇത് വരണ അവിടെ ബെയറിങ്ങിൻ്റെ അവിടേക്കൊക്കെ ഇതിൻ്റെ ഈ ചെളിയും മണ്ണൊക്കെ നമ്മളറിയാണ്ട് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ എഞ്ചിൻ പണിയിലേക്ക് വരും ലാസ്റ്റ്. പിന്നെ ഇതിന് ഒരു പുള്ളറും കൂടി വേണം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ആ പുള്ളർ ഉപയോഗിച്ച് എടുക്കുന്നത് കാണിക്കില്ല. ഒരു പുള്ളറുണ്ട് ഇതിന്, മാഗ്നറ്റ് പുള്ളർ എന്ന് പറഞ്ഞിട്ട്. പൾസറിൻ്റെ മേടിക്കാൻ കിട്ടും എല്ലാ വണ്ടിക്കും. പൾസറിൻ്റെ 150, 180, 220 ഇതൊക്കെ സെയിമാണ്. അപ്പോൾ നമ്മൾ ആ പുള്ളർ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണെങ്കിൽ തള്ളി ഇങ്ങനെ എടുക്കണേ മാഗ്നറ്റിനെ. പിന്നെ നമ്മൾ ഈ അതിൻ്റെ ഉള്ളിലേ ഈ ഒരു പ്ലേറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റുമൊക്കെ ചില ആൾക്കാർ നമുക്ക് ഗ്രീസ് ഇടില്ല കേട്ടോ. അവർ പറയും ഗ്രീസ് വരാത്തതെന്ന് പറയും. ഞാൻ എന്തായാലും ഗ്രീസ് ഇടുന്നുണ്ട്. ഗ്രീസ് ഇട്ടിട്ട് നമുക്ക് നോക്കാം എന്തൊരു സംഭവിക്കണേന്ന്. ബുള്ളറ്റിനൊക്കെ എന്ന് പറയുമ്പോൾ ഇടത്തെ സൈഡിൽ 2 സൈഡിൽ ഓയിലുണ്ട്. പൾസറിന് അങ്ങനെ ഓയിൽ വരില്ല, ഒരു സൈഡിൽ മാത്രമേ ഓയിലുള്ളൂ. ഈ മോട്ടറിൻ്റെ അത് പറഞ്ഞിടത്തൊന്നും ഓയിൽ വരില്ല. അപ്പോൾ ഞാനത് അതിനുകൊണ്ട് ഇതിൽ ഗ്രീസ് ഇട്ട് കൊടുക്കണേ. കാരണം വേറെ ഈ പൽച്ചക്രങ്ങൾ കൂട്ടി പിടിച്ച് കറങ്ങുമ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കണേ.
ചില ആൾക്കാർ പറയുന്ന ഗ്രീസ് ഇടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിലേക്ക്. എന്തായാലും ഗ്രീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വർക്കിംഗ് ഇതിന് കൂടി സ്മൂത്ത് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പൊടിയൊക്കെ കയറി കഴിഞ്ഞ് പിന്നീടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്. എനിക്കറിയില്ല, നമ്മളപ്പോൾ ഇതിങ്ങനെ എന്തായാലും ഇതിങ്ങനെ നോക്കാം, നമുക്ക് ഓടുക നോക്കാമല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാഗ്നറ്റ് പുള്ളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പവർ ടൂള് വിൽക്കുന്ന കടയിലൊക്കെ കിട്ടും. ഏകദേശം ഒരു 200 രൂപ 300 റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ അത് മേടിച്ച് നമുക്ക് അഴിക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് വേറെ നമുക്ക് ഉപകരണങ്ങളൊന്നും ഇല്ല, വേറെ സ്പാനർമാരും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് അഴിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ 2 ടൈപ്പ് വരണതുണ്ട്, 2 തലയുള്ളത്, ഒരെണ്ണം പൾസർ, പിന്നെ അല്ലെങ്കിൽ വേറെ, അങ്ങനെ 2 വണ്ടിയിൽ അഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു 3 അല്ലങ്കി വരുന്നുണ്ട്. അപ്പോൾ ആ അല്ലങ്കി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തോന്നുന്നു. അപ്പോൾ ആ അല്ലങ്കി ഇട്ട് ടൈറ്റ് ചെയ്യണം. ആ അല്ലങ്കി ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ ബോൾ മേടിക്കുമ്പോൾ ആ കിറ്റിൽ അതിൻ്റെ അല്ലങ്കി ബോൾട്ടും പിന്നെ അതിൻ്റെ വാഷൊക്കെ നമുക്ക് ആ കിറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ആ പഴയത് ഇടണ്ട, പരമാവധി പുതിയത് തന്നെ ഇട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയും ഇത് അഴിക്കാന്ന് പറഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിന് അഴിക്കലൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റേ ബുള്ളറ്റിൻ്റെ മാതിരി ചെയിനിലൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് അങ്ങനെ കംപ്ലൈൻറ്റുകൾ വരവൊക്കെ വളരെ കുറവായിരിക്കും. ചില ആൾക്കാർ പറയുന്ന കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരും എന്ന് പറയുന്നത് പൾസറിന് ഓയിലില്ലാതാണ്. പിന്നെ ഈ ക്ലച്ചിൻ്റെ അവിടെ വരണ ഈ വീലിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിലേക്ക് പതക്കെ ചെരിച്ച് പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇട്ട മാതിരി റിവേഴ്സിലേക്ക് ഇടണം. ഫോർവേഡിൽ ഇട്ടാൽ ഇറങ്ങില്ല കേട്ടോ, റിവേഴ്സിൽ ഇട്ടിട്ട് വേണം അത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോക്കുള്ളൂ. അതതിൻ്റെ ഒന്ന് കറക്കി നോക്കാം. അപ്പോൾ ഒരു സൈഡിലേക്ക് പ്ലേയും ഒരു സൈഡിലേക്ക് പിടുത്തം വേണം. അതാണ് ഈ 1 വേ എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സെൽഫ് മോട്ടർ അടിക്കുമ്പോൾ മാത്രമാണ് ഇത് കറങ്ങുള്ളൂ. ആ മാഗ്നറ്റ് മാത്രമല്ലാത്ത സമയത്ത് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ. ഇത് ആ മോട്ടർ അടിക്കുന്ന സമയത്ത് മാത്രം കറങ്ങും, അതേ നിൽക്കും. നമ്മുടെ സൈക്കിളിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെയിൻ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ പെടലുമ്പോൾ ചവിട്ടും, ഒരു സൈഡിലേക്ക് ലോഡും, ബാക്കിലേക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകണില്ലേ, ആ സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെയും. അപ്പോൾ നമ്മൾ പണിയൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. നമ്മൾ ഈ മാഗ്നറ്റിനെ ക്ലച്ചിനെ മൊത്തം സെറ്റ് മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വേറൊരു ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആ പൽചക്രം ബാഗിലത്തെ പൽചക്രത്തിൻ്റെ അവിടെ അതങ്ങനെ വൈബ്രേഷനൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോപ്പർമാർ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വെക്കണം, അത് മറന്നു പോകാൻ പാടില്ല ഫിറ്റ് ചെയ്യുമ്പോൾ. പിന്നെ വളരെ ശ്രദ്ധിച്ച് അഴിക്കണം. അതിൻ്റെ ഉള്ളൊരു കീ ഒക്കെ വരുന്നുണ്ട്. ആ ക്രാങ്കിൻ്റെ ഇതിൽ ഒരു കീ വരുന്നുണ്ട് കേട്ടോ. ആ കീ പോയി കഴിഞ്ഞ് മിസ്സാവാൻ പാടില്ല. അത് കറക്റ്റ് അതിൻ്റെ ലോക്ക് അതിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങി നിൽക്കാൻ വേണ്ടി. അത് എന്താണെന്ന് വെച്ചാലേ ഈ ഇതുമ്പോൾ ടൈമിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടൈമിംഗ് ഒന്നും മാറി പോകാൻ പാടില്ല, അത് കറക്റ്റിൽ നിൽക്കണം. നമ്മളിപ്പോൾ അഴിച്ചെടുക്കുന്നത് മാറി വേറെ സൈഡിലേക്ക് തിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈമിങ് മുകളിലേക്ക് വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനൊരു ഗ്ലാസ്സൊക്കെ സൈഡിലുണ്ട്. ഗ്ലാസ്സിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടൈമിങ് കറക്റ്റ് കിക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ രണ്ടും ഈ അതിൻ്റെ ടെക്നിക്കലായിട്ട് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ മുകളിലും താഴെയായിട്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ടൈമിങ് മാറി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആ കീ ഒന്നും പോവാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് വേണം ഈ മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ന്യൂട്രലിനൊരു സ്വിച്ച് വന്നിട്ടുണ്ട്. അതും നമ്മൾ എപ്പോഴെപ്പോഴൊന്നും മാറ്റണ സംഭവമല്ല. അതിപ്പോൾ ഈ ഗിയറിൻ്റെ ലിവറൊക്കെ അഴിച്ചെടുക്കണതിനുണ്ട്, അതും മാറ്റുന്നതായിരിക്കും നല്ലത്. അത് 85 രൂപ കണ്ടുള്ളൂ, വളരെ കുറച്ച് പൈസ ഉള്ളൂ. അപ്പോൾ മാറ്റുമ്പോൾ അതൊക്കെ ഒരുമിച്ച് മാറ്റുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഒരു 1100 രൂപയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇത് മൊത്തം മാറ്റാൻ പറ്റും നമുക്ക്. പണിക്കാശ് വേറെ വരും കേട്ടോ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ പണിക്കാശ് വരില്ല, അല്ലെങ്കിൽ പണിക്കാശ് വേറെ വരും. 1200 രൂപ ഈ സ്പെയറിന് മാത്രം വരും. 104 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ബോൾ കിട്ടും. പക്ഷേ ബോൾ മേടിച്ചിട്ടാലും നമുക്ക് ഉറപ്പില്ല, 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പണിക്കാശ് പോകും നമ്മുടെ അഴിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും അഴിക്കുന്നത് നല്ലതല്ലേ, അലുമിനിയം അല്ലേ. എപ്പോഴും 2-3 പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഴിച്ചു വരുമ്പോൾ അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നമ്മുടെ ഇത്രയും വരെയുള്ള പണികളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സെൽഫ് മോട്ടറൊക്കെ വളരെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. നമുക്കൊന്ന് കവർ എടുത്ത് നോക്കാം.
അപ്പോൾ മുന്നത്തേലും അടിപൊളിയായിട്ട് സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വലിച്ചിലൊന്നുമില്ല, ഒറ്റ തൊടുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രിങ്ങൊക്കെ അങ്ങനെ നമ്മൾ ഇതിൽ നിൽക്കണതിനുകൊണ്ട് തൊടുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.